ഈ ഓണത്തിന് നമുക്ക് സാരി എങ്ങനെയൊക്കെ സ്റ്റൈൽ ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് നമുക്കൊരു ഫുൾ സ്ലീവ് വരുന്ന ബ്ലൗസിൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്യാം. ഒരു സോഫ്റ്റ് ബ്രൊക്കേഡ് മെറ്റീരിയൽ എടുത്ത് അതിലൊരു വി നെക്കൊക്കെ കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. സിമ്പിൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. എങ്കിൽ കൂടി നമുക്കൊരു എലഗൻ്റ് ആയിട്ടുള്ള ഒരു ലുക്ക് അവിടെ കൊണ്ടുവരാനായിട്ട് നോക്കും. ഇങ്ങനത്തെ ബ്ലൗസിൻ്റെ കൂടെ എപ്പോഴും ഒരു ഗോൾഡൻ ടിഷ്യൂ സാരീസ് ഒക്കെ ആയിരിക്കും കൂടുതലായിട്ട് നന്നാവുക. നെക്സ്റ്റ് നമുക്ക് കോൺട്രാസ്റ്റ് കളർ ജ്വല്ലറീസ് വെച്ച് സ്റ്റൈൽ ചെയ്യാം. അതായത് ഇപ്പം യെല്ലോ കളർ ബ്ലൗസ് ആണെങ്കിൽ നമുക്ക് ഗ്രീൻ കളറിൽ വരുന്ന ജ്വല്ലറീസ് ഒക്കെ വെച്ച് സ്റ്റൈൽ ചെയ്യാം. അല്ലെങ്കിൽ റെഡ് കളർ ബ്ലൗസിന് ബ്ലാക്ക് കളർ ജ്വല്ലറീസ് വെച്ച് സ്റ്റൈൽ ചെയ്യാം. ഇങ്ങനെ കോൺട്രാസ്റ്റ് വരുന്ന കളേഴ്സ് വെച്ച് സ്റ്റൈൽ ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ നമ്മൾ യൂഷ്വലി ചെയ്യുന്ന ആ ഒരു സ്റ്റൈലിൽ നിന്നും കുറച്ചൊന്ന് വെറൈറ്റി ആയിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്തതായിട്ട് തോന്നും. ഒരു വെറൈറ്റി ലുക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് ഒക്കും. നെക്സ്റ്റ് നമുക്ക് പുളിയിലക്കര സാരിയിലൂടെ പ്രിന്റഡ് ബ്ലൗസ് കൊണ്ടുവരാം. അപ്പം അജ്രക് പ്രിന്റോ ബാന്തിനി പ്രിന്റോ ബാട്ടിക് പ്രിന്റോ ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു പ്രിന്റിലുള്ള ഒരു മെറ്റീരിയൽ എടുത്തിട്ട് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുക. അത് നമ്മൾ യൂഷ്വലി ചെയ്യുന്നതിനും കുറച്ചൊന്ന് സ്റ്റൈലിഷ് ലുക്ക് തരാനായിട്ട് സാധിക്കും. അടുത്ത നമുക്ക് നല്ല മോഡേൺ ആയിട്ട് ഒരു ടച്ച് നമ്മളെ ബ്ലൗസിലൊക്കെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഇപ്പം നല്ല ട്രെൻഡിങ്ങിലുള്ള ഒരു ഡിസൈനാണ്. നെക്കിൻ്റെ അവിടെ നിന്ന് നോട്ട് വരുന്നൊരു ഡിസൈൻ. ആ ഒരു ഡിസൈനിലുള്ള ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാം. ഈ ഒരു ഡിസൈൻ നമുക്ക് ഏത് മെറ്റീരിയലിൽ വേണമെങ്കിലും കൊണ്ടുവരാം. പ്രിന്റഡ് മെറ്റീരിയലാവട്ടെ, അല്ലെങ്കിൽ ബ്രൊക്കേഡിൽ, അല്ലെങ്കിൽ നമ്മുടെ കേരള സാരിയുടെ തന്നെ കിട്ടുന്ന ആ ഒരു സെയിം മെറ്റീരിയലിലും നമുക്ക് ഈ ഒരു ഡിസൈൻ കൊണ്ടുവരാം. അത് നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ലുക്കും തരും. കുറച്ചൊന്ന് വെറൈറ്റി ആയിട്ടൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം.